Hi, hello friends. Welcome to the new section of Almost PC channel. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഈ ഷോർട്ട് മുഴുവൻ കണ്ടതിന് ശേഷം ഇതിന് അനുയോജ്യമായ ഒരു ക്യാപ്ഷൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. 1971 ഫെബ്രുവരി 2 റാംസർ നഗരത്തിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി സൈൻ ചെയ്തു. ചതുപ്പ് നിലങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് റാംസർ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് സൈൻ ചെയ്തത്, ഒപ്പുവെച്ചത്. അപ്പം വേൾഡ് വെറ്റ്ലാൻഡ് ഡേ അഥവാ ലോക ചതുപ്പ് നില ദിനം എന്നാണെന്നൊരു ചോദ്യം വന്നാൽ അതെന്നാണ്? ഫെബ്രുവരി 2. അതുപോലെ തന്നെ 1971 എന്നുള്ള ആ ഉടമ്പടി സൈൻ ചെയ്ത വർഷവും ഓർത്തു വെക്കുക. ഇനി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പം നിലവിൽ 2026 ജൂൺ 5 ഒരു റാംസർ സൈറ്റും കൂടെ പ്രഖ്യാപിച്ചതുകൊണ്ട് ടോട്ടൽ ഇപ്പം ഇന്ത്യയിൽ 100 റാംസർ സൈറ്റുകളുണ്ട്. 100ാമത്തെ റാംസർ സൈറ്റ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി അഥവാ സുർഹാത്താൽ എന്നാണ് അതിൻ്റെ പേര്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റാണ് സുന്ദർബൻസ്. അത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇനിയും പറയാനുള്ളത് മോൺട്രെക്സ് റെക്കോർഡ് എന്ന് പറയുന്ന പുതിയൊരു വാക്കാണ്. എന്താണ് ഈ മോൺട്രെക്സ് റെക്കോർഡ്? ഭീഷണി നേരിടുന്ന റാംസർ സൈറ്റുകളുടെ ഒരു പട്ടികയാണ്. അത് ഇന്ത്യയിൽ നിന്ന് ലോക്താക് തടാകം, മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക്താക് തടാകവും കേവലദേവ് നാഷണൽ പാർക്ക് അത് രാജസ്ഥാനിലും സ്ഥിതി ചെയ്യുന്നു. ഇത് രണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള മോൺട്രെക്സ് റെക്കോർഡിൽ പെടുന്ന റാംസർ സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ റാംസർ സൈറ്റുകളൊന്ന് ചുമ്മാ നോക്കിയാലോ. വേമ്പനാട് കോൾ നിലങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ തടാകമാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത്. പിന്നെ അഷ്ടമുടി കായൽ എന്ന് പറയുമ്പം കേരളത്തിലെ കൈത്തോടുകളുടെ പ്രവേശന കവാടമെന്ന് അറിയപ്പെടുന്നു. പിന്നെ ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണെന്ന് പറയുന്നത് ഈ ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്കിലും ഏകദേശ റാംസർ സൈറ്റുകളെ പറ്റി പഠിച്ചു വെക്കുക. ഇനി ഞാൻ ഒന്ന് ചോദിക്കുന്നു, നമ്മുടെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.